നമസ്കാരം, TCV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ നിയോജക മണ്ഡലത്തിൽ 3 പ്രധാന മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ പ്രചാരണ രംഗം ചൂടുപിടിച്ചു. മണ്ഡലം പിടിക്കാനുള്ള കഠിന ശ്രമത്തിൽ മുന്നണികൾ. പാലിയേക്കരയിൽ കൊച്ചി സേലം പാചകവാതക പൈപ്പ് ലൈനിൽ ചോർച്ച. LPG ചോർച്ച ഉണ്ടായതോടെ പൈപ്പ് ലൈനിന്റെ 2 വശത്തുള്ള വാൽവ് അടച്ചു. ദേശീയപാതയോരത്ത് പാടത്ത് തീ പടർന്നത് ആശങ്ക പരത്തി. സംസ്ഥാനത്ത് പാചകവാതകക്ഷാമം തുടരുന്നു. അടച്ചുപൂട്ടാനൊരുങ്ങി കൂടുതൽ ഹോട്ടലുകൾ. തിങ്കളാഴ്ച ഹോട്ടലുകൾ അടച്ചിട്ട് സമരം. ഗുരുവായൂർ മേൽശാന്തിയായി ചെർപ്പുളശ്ശേരി തെക്കുപറമ്പത്ത് മനനാരായണൻ നമ്പൂതിരിയെ തിരഞ്ഞെടുത്തു. നിയുക്ത മേൽശാന്തി ഈ മാസം 31 രാത്രി സ്ഥാനമേൽക്കും. മണ്ണുത്തി അങ്കമാലി ദേശീയപാതയിലെ പേരാമ്പ്ര അടിപ്പാത നിർമ്മാണം അവസാന ഘട്ടത്തിൽ. ഈ മാസം അവസാനത്തോടെ നിർമ്മാണം പൂർത്തിയാകും. ചാലിശ്ശേരി പഞ്ചായത്തിലെ ഹരിത പാടശേഖരത്തിൽ മഴ നനഞ്ഞ് 30 ടൺ നെല്ല് കെട്ടിക്കിടക്കുന്നു. ടോക്കൺ കിട്ടി 3 ആഴ്ചയായിട്ടും സംഭരണം വൈകുന്നതായി പരാതി. വാർത്തകൾ വിശദമായി. തൃശൂർ നിയോജക മണ്ഡലത്തിൽ 3 പ്രധാന മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ പ്രചാരണ രംഗം ചൂടുപിടിച്ചു. മണ്ഡലം പിടിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് 3 മുന്നണികളും. സംസ്ഥാനത്തിന്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കാൻ തക്കവിധം ശക്തമായ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങുന്ന തൃശൂർ നിയോജക മണ്ഡലത്തിൽ മണ്ഡലം LDF-ൽ നിന്ന് തിരിച്ചുപിടിക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് UDF. ഇതിനായി പ്രബലനായ കോൺഗ്രസ് നേതാവും മുൻ മേയറുമായ രാജൻ ജെ പല്ലനെ തന്നെയാണ് പാർട്ടി കളത്തിലിറക്കിയിരിക്കുന്നത്. ഇരു മുന്നണികളെയും കടത്തിവെട്ടി 10 വർഷത്തിനു ശേഷം ഇത്തവണ മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് രാജൻ ജെ പല്ലൻ. സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതോടെ പല്ലൻ ശക്തമായ പ്രചരണ പരിപാടികളുമായി കളത്തിലിറങ്ങിക്കഴിഞ്ഞു. ആദ്യ ദിനം രാവിലെ ലീഡറുടെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് ഔദ്യോഗിക പ്രചരണ പരിപാടിക്ക് തുടക്കം കുറിച്ചത്. ആദ്യഘട്ടത്തിൽ പാർട്ടി മണ്ഡലം കമ്മിറ്റി ഓഫീസുകളിലെത്തി നേതാക്കളെയും അണികളെയും കണ്ട് പിന്തുണ ഉറപ്പിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണം കൊണ്ട് നാടിനെ 25 വർഷം പിന്നോട്ട് നയിച്ചിരിക്കുകയാണെന്നും UDF-ന്റെ ഭരണഘട്ടത്തിലാണ് നഗരവികസനം ഉൾപ്പെടെ നടന്നിട്ടുള്ളതെന്നും രാജൻ ജെ പല്ലൻ പറഞ്ഞു. ഏത് മത്സരങ്ങളും നമ്മൾ വളരെ ഗൗരവമായിട്ട് തന്നെ കാണുന്നത്. അതനുസരിച്ച് തന്നെ ഞങ്ങൾ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. തീർച്ചയായിട്ടും പിടിക്കും. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം, 10 വർഷക്കാലം തൃശൂർ കോർപ്പറേഷൻ നയിച്ചത് LDF ഭരണസമിതിയാണ്. 10 വർഷക്കാലം ഗവൺമെന്റ് അതായത് പ്രതിനിധി 2 തവണ LDF MLA ആയതുണ്ടായിരുന്നത്. അവർ ആ പ്രവർത്തനങ്ങളൊക്കെ ജനങ്ങള് നോക്കിക്കണ്ടിട്ടുണ്ട്. LDF-ന്റെ പ്രവർത്തനങ്ങൾ 10 വർഷം കൊണ്ട് കോർപ്പറേഷന്റെ ആയാലും തൃശൂർ നിയോജകമണ്ഡലം സംബന്ധിച്ചിടത്തോളം 20-25 വർഷം പുറകോട്ട് നയിച്ചിരിക്കുകയാണ്. തികഞ്ഞ വിജയപ്രതീക്ഷയോടെയാണ് മത്സരിക്കുന്നതെന്ന് NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ പറഞ്ഞു. ഒരാളെയും ചെറുതായി കാണുന്നില്ലെന്നും പാർട്ടി പറയുന്നതനുസരിച്ചാണ് പ്രചരണ പരിപാടികളുമായി മുന്നോട്ടു പോകുന്നതെന്നും കേന്ദ്ര നേതാക്കളടക്കം പ്രചാരണത്തിന് എത്തുമെന്നറിയിച്ചിട്ടുണ്ടെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. ശക്തമായിട്ടുള്ള ത്രികോണ മത്സരമാണോന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ എന്റെ കാര്യം നോക്കി ഈ വഴി കൂടി അങ്ങ് പോകുന്നു മാത്രം. കാരണം ഒരാളെ ഞാൻ ചെറുതാക്കി കാണുന്നില്ല. എല്ലാവരും അത് അവരുടെ രീതിയിൽ ശക്തരാണ്. ഞാൻ എൻ്റെ കാര്യം നോക്കി എല്ലാവരോടും വോട്ട് വെച്ച് മുമ്പിൽ പോവാണ്. അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. എല്ലാവരും ജയിക്കാനല്ലേ വരണത്. പാർട്ടി പറയുന്ന അനുസരിച്ച് അവിടേക്കൊക്കെ പോവുകയാണ്. പറ്റുന്ന ആൾക്കാരെ നേരിട്ട് കാണും. എല്ലാവരും നേരിട്ട് കാണാൻ പറ്റില്ല. ഈ പെട്ടെന്നല്ല ഇലക്ഷൻ ഉണ്ടാക്കിയത്. പറ്റുന്ന ആളുകളെ ഒരുമിച്ച് കാണാം. തൃശൂർ നിയോജക മണ്ഡലം തുടർച്ചയായ 3-ാം തവണയും നിലനിർത്താനായി LDF അംഗത്തിനിറക്കിയിരിക്കുന്നത് ഇടതുപക്ഷ സഹയാത്രികനും കവിയും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണനെയാണ്. ഇടതുപക്ഷത്തിന് നല്ല അടിത്തറയുള്ള മണ്ഡലമാണ് തൃശൂരെന്നും വോട്ട് ബാങ്കിന് ചോർച്ച ഉണ്ടാകില്ലെന്നും ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു. മണ്ഡലത്തിൽ വിജയസാധ്യതയുണ്ട്. താൻ ചെറുപ്പം മുതലേ വിശ്വാസിയാണെന്നും അതുകൊണ്ട് വിശ്വാസ സമൂഹത്തിന്റെ യാതൊരു എതിർപ്പും ഉണ്ടാകില്ലെന്നും ആലങ്കോട് പറഞ്ഞു. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, അടിത്തട്ടിലെ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകരുമായിട്ടുള്ള വിനിമയത്തിൽ നിന്ന് ഇടതുപക്ഷത്തിന് അടിത്തറ ഉള്ള സ്ഥലമാണ്. കൂടുതലായിട്ട് വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഈ മണ്ഡലത്തിനൊരു സ്വാധീനമുണ്ട്. ഞാനൊരു വിശ്വാസി കൂടിയാണ്. ചെറുപ്പം മുതലേ വിശ്വാസിയാണ്. എൻ്റെ വിശ്വാസവും ഇടതുപക്ഷ വിശ്വാസവും തമ്മിൽ യാതൊരു സംഘർഷവും ഉണ്ടായിട്ടില്ല. വിശ്വാസം പണ്ട് സവർക്കർ പറഞ്ഞതുപോലെ നമ്മുടെ ടൂത്ത് ബ്രഷാണ്. അത് നമുക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതാണ്, അത് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാനുള്ളതല്ല. ആ വിശ്വാസം കൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാറില്ല. അതുകൊണ്ട് വിശ്വാസി സമൂഹത്തിന് എന്നോട് എതിർപ്പുണ്ടാവാൻ വഴിയില്ല. ഒരു വിശ്വാസി സമൂഹത്തിന് 3-ാം തവണയും തൃശ്ശൂർ LDF നേടും, 3-ാം തവണയും കേരളം LDF നേടും.
അതിനുള്ള ഒരു അനുകൂല കാലാവസ്ഥ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ഉണ്ടായി വന്നിട്ടുണ്ട്. കരുത്തരായ 3 സ്ഥാനാർത്ഥികളും സജീവമായതോടെ തൃശൂരിലെ മത്സരംഗം കടുത്തതാവും. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDF മുന്നേറ്റവും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ NDA മുന്നേറ്റവും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ LDF മുന്നേറ്റവും പരിഗണിക്കുമ്പോൾ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൃശൂരിൽ കടുത്തതാകും എന്നതിൽ സംശയമില്ല. TCV ന്യൂസ്, തൃശൂർ. പാലിയേക്കരയിൽ കൊച്ചി സേലം പാചകവാതക പൈപ്പ് ലൈനിൽ ചോർച്ചയുണ്ടായത് പരിഭ്രാന്തിക്കിടയാക്കി. BPCL പെട്രോൾ പൈപ്പ് ലൈനിന്റെ അറ്റകുറ്റപ്പണിക്കെത്തിയ തൊഴിലാളികൾ പൈപ്പ് ലൈൻ മാറി 8 മീറ്റർ അപ്പുറത്തുള്ള KSPPL കമ്പനിയുടെ ഗ്യാസ് പൈപ്പ് ലൈനിൽ ഡ്രിൽ ഉപയോഗിച്ച് തകരാർ പരിഹരിച്ചതാണ് ചോർച്ചയ്ക്ക് കാരണം. വലിയ തോതിൽ LPG ചോർച്ച ഉണ്ടായതോടെ പൈപ്പ് ലൈനിന്റെ 2 വശത്തുള്ള വാൽവ് അടച്ചു. പൈപ്പ് ലൈനിൽ തങ്ങി നിന്നിരുന്ന വാതകമാണ് ചോർന്നത്. പുതുക്കാട് അഗ്നിരക്ഷാസേന ചോർച്ചയിലേക്ക് വെള്ളം പമ്പ് ചെയ്തതാണ് സ്ഥിതിഗതികൾ നിയന്ത്രിച്ചത്. ചോർച്ചയുണ്ടായ പ്രദേശത്തിന്റെ ഏതാനും ചുറ്റളവിൽ ഗന്ധം അനുഭവപ്പെട്ടു. മേഖലയിലെ വീടുകളിലും സ്ഥാപനങ്ങളിലും പോലീസും അഗ്നിരക്ഷാസേനയും വില്ലേജ് ഓഫീസ് അധികൃതരും എത്തി മുൻകരുതലുകൾ നൽകിയിരുന്നു. വീടുകളിലും സ്ഥാപനങ്ങളിലും തീ ഉപയോഗിക്കുന്നതിലും വൈദ്യുതി ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിലും നിയന്ത്രണം ഏർപ്പെടുത്തി. പൈപ്പ് ലൈനിന്റെ ചുമതലയുള്ള KSPPL, പെട്രോളിയം കമ്പനികളായ BPCL, IOCL അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു. പാചകവാതക പൈപ്പ് ലൈൻ ചോർച്ച തുടരുന്നതിനിടെ പാലിയേക്കര പഴയ ദേശീയപാതയോരത്തെ പാടത്ത് തീ പടർന്നത് ആശങ്ക പരത്തി. പാതയോരത്തെ വർക്ക്ഷോപ്പുകൾക്ക് സമീപം മാലിന്യത്തിൽ തീ പടർന്നു. കാറ്റിന്റെ ശക്തിയിൽ തീ പാടത്തേക്ക് വ്യാപിച്ചുവെങ്കിലും പുതുക്കാട് നിന്ന് ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. തീപിടുത്തമുണ്ടായ പാടത്തിന് 1/2 കിലോമീറ്റർ മാറിയാണ് ഗ്യാസ് പൈപ്പ് ലൈൻ ചോർച്ച ഉണ്ടായത്. പ്രദേശത്തെ വീട്ടുകാരെ ഒഴിപ്പിച്ചും വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചും അതീവ സുരക്ഷയിലാണ് പാചകവാതക ചോർച്ച നടന്ന സ്ഥലത്ത് അധികൃതർ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ശക്തിയായി പുറന്തള്ളുന്ന ഗ്യാസ് കാറ്റിന്റെ ഗതിയിൽ ദേശീയപാതയോരത്തേക്കും എത്തുന്നുണ്ടെന്ന് പരിസരവാസികൾ പറയുന്നു. ഇതിനിടെ തീപിടുത്തമുണ്ടായതാണ് നാട്ടുകാരെ പരിഭ്രാന്തരാക്കിയത്. ഗ്യാസ് ചോർച്ച പരിഹരിക്കുന്നതിനുള്ള അറ്റകുറ്റപ്പണികൾ വൈകിട്ടോടെ പൂർത്തിയാകുമെന്നാണ് എഞ്ചിനീയറിംഗ് വിഭാഗം പറയുന്നത്. അതുവരെ പരിസര പ്രദേശത്തുള്ളവർ സഹകരിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് പാചകവാതക ക്ഷാമം തുടരുന്നു. അടച്ചുപൂട്ടാനൊരുങ്ങി കൂടുതൽ ഹോട്ടലുകൾ. ജില്ലയിൽ 70% ഹോട്ടലുകൾ താൽക്കാലികമായി പൂട്ടി. പ്രവർത്തിക്കുന്ന ഹോട്ടലുകളിൽ വിഭവങ്ങൾ കുറയ്ക്കുകയും നേരിയ വില വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം പാചകവാതക വിതരണം സ്തംഭിച്ചതോടെ പ്രതിഷേധം ശക്തമാക്കാനുള്ള നീക്കത്തിലാണ് ഹോട്ടൽ ഉടമകൾ. പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് അടുത്ത തിങ്കളാഴ്ച സംസ്ഥാനത്തെ ഹോട്ടലുകൾ അടച്ചിട്ട് സൂചനാ പണിമുടക്ക് നടത്താൻ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി വ്യാഴാഴ്ച വിവിധ എണ്ണക്കമ്പനികളുടെ ബോട്ട്ലിംഗ് പ്ലാന്റുകളിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പുതിയ മേൽശാന്തിയായി പാലക്കാട് ചെർപ്പുളശ്ശേരി തെക്കുപറമ്പത്ത് മനശ്രീ നിലയത്തിൽ നാരായണൻ നമ്പൂതിരിയെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തു. 20ലധികം തവണ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ഇദ്ദേഹം ഗുരുവായൂരിലെ മേൽശാന്തിയാകുന്നത്. നിലവിൽ പാലക്കാട് ഇല്ലിക്കോട്ട് കുരിശി ശിവക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. 49 അപേക്ഷകരിൽ നിന്ന് കൂടിക്കാഴ്ചയിൽ യോഗ്യത നേടിയ 35 പേരുടെ പേരുകൾ എഴുതി വെള്ളിക്കുടത്തിലിട്ടതിൽ നിന്ന് നിലവിലെ മേൽശാന്തി മൂർത്തിയെടുത്ത മന സുധാകരൻ നമ്പൂതിരിയാണ് നറുക്കെടുത്തത്. ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്ന ശേഷമായിരുന്നു നറുക്കെടുപ്പ്. തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, തന്ത്രി കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ്, ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, C മനോജ്, KS ബാലഗോപാൽ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു നറുക്കെടുപ്പ്. നിയുക്ത മേൽശാന്തി മാർച്ച് 31 രാത്രി സ്ഥാനമേൽക്കും. അതിനു മുൻപ് 12 ദിവസം ക്ഷേത്രത്തിൽ ഭജനമിരിക്കും. ഏപ്രിൽ 1 മുതൽ 6 മാസമാണ് കാലാവധി. ഗുരുവായൂർ ക്ഷേത്രം നിയുക്ത മേൽശാന്തി തെക്കുംപറമ്പത്ത് നാരായണൻ നമ്പൂതിരിക്ക് വിവിധ സംഘടനകൾ സ്വീകരണം നൽകി. മേൽശാന്തി നറുക്കെടുപ്പ് കഴിഞ്ഞ് ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടനെയാണ് സംഘടനകൾ ആദരവ് നൽകിയത്. ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ നായർ തറവാട്ട് കൂട്ടായ്മയ്ക്കു വേണ്ടി വൈസ് പ്രസിഡന്റ് ജയറാം ആലക്കൽ പൊന്നാട ചാർത്തി. ജനറൽ സെക്രട്ടറി അനിൽ കല്ലാറ്റ് ഉപഹാരം സമ്മാനിച്ചു. അഖില ഭാരത ശ്രീ ഗുരുവായൂരപ്പ ഭക്തസമിതിക്കു വേണ്ടി ജനറൽ സെക്രട്ടറി സജീവൻ നമ്പിയത്ത് നാരായണ നാമാങ്കിത പുടവ ചാർത്തി. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center.
ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകൾ തുടരുന്നു. മണ്ണുത്തി അങ്കമാലി ദേശീയപാതയിലെ പേരാമ്പ്ര അടിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നു. അപ്രോച്ച് റോഡുകളിലെ ടാറിംഗ് ജോലികൾ അവസാന ഘട്ടത്തിലെത്തി. ഈ മാസം അവസാനത്തോടെ മുഴുവൻ ജോലികളും പൂർത്തിയാകും വിധത്തിലാണ് പണികൾ പുരോഗമിക്കുന്നത്. 2024 സെപ്റ്റംബർ അവസാനത്തിലാണ് പേരാമ്പ്ര അടിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. 1 വർഷം കൊണ്ട് പണി പൂർത്തീകരിക്കുമെന്ന പ്രഖ്യാപനത്തോടെ ആരംഭിച്ച അടിപ്പാത നിർമ്മാണം 18 മാസമെടുത്താണ് ഇപ്പോൾ പൂർത്തീകരണത്തിലേക്ക് അടുത്തത്. ജില്ലയിൽ ദേശീയപാതയിലെ വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന അടിപ്പാതകളിൽ ആദ്യം നിർമ്മാണം പൂർത്തീകരിക്കുന്നത് പേരാമ്പ്രയിലേതാണ്. മറ്റിടങ്ങളിൽ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായതുപോലുള്ള രൂക്ഷമായ ഗതാഗതക്കുരുക്കും പേരാമ്പ്രയിൽ ഉണ്ടായില്ല. നിർമ്മാണത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ മാത്രമാണ് ഇവിടെ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടത്. അടിപ്പാതയുടെ പ്രധാന ഭാഗമായ ബോക്സ് നിർമ്മാണം മാസങ്ങൾക്ക് മുൻപേ പൂർത്തീകരിക്കുകയും യാത്രാക്ലേശം കണക്കിലെടുത്ത് ഇതിലൂടെ ഗതാഗതം അനുവദിക്കുകയും ചെയ്തിരുന്നു. ദേശീയപാത 6 വരിയാക്കി വികസിപ്പിക്കുന്നതിനു മുന്നോടിയായി പേരാമ്പ്ര അടക്കമുള്ള ഇടങ്ങളിൽ അടിപ്പാത 6 വരി ഗതാഗതം സാധ്യമാക്കുന്ന തരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അനുബന്ധ ജോലികൾ കൂടി പൂർത്തിയാക്കി മഴക്കാലത്തിന് മുൻപേ പേരാമ്പ്ര അടിപ്പാതയ്ക്ക് മുകളിലൂടെ ഗതാഗതം തുടങ്ങുമെന്നാണ് പ്രതീക്ഷ. TCV ന്യൂസ്, കൊടകര. ചാലിശ്ശേരി പഞ്ചായത്തിലെ ഹരിത പാടശേഖരത്തിൽ മഴ നനഞ്ഞ് 30 ടൺ നെല്ല് കെട്ടിക്കിടക്കുന്നു. ടോക്കൺ കിട്ടി 3 ആഴ്ചയായിട്ടും സംഭരണം വൈകുന്നതായി പരാതി. ചാലിശ്ശേരി പഞ്ചായത്ത് 14-ാം വാർഡ് തെക്കേക്കര ഹരിത പാടശേഖരത്തിലെ കർഷകരുടെ കഠിനാധ്വാനമാണ് മഴയിൽ കണ്ണീരാകുന്നത്. ടോക്കൺ ലഭിച്ച് 3 ആഴ്ച കഴിഞ്ഞിട്ടും നെല്ല് സംഭരണത്തിനായി കൊണ്ടുപോകാത്തതിനെ തുടർന്ന് ഏകദേശം 30 ടൺ നെല്ലാണ് നനഞ്ഞു നശിക്കുന്നത്. 500-ലധികം ചാക്ക് നെല്ല് പാടത്തു തന്നെ ടാർപ്പായ ഇട്ട് സംരക്ഷിക്കുകയാണ്. ഓരോ മഴ പെയ്യുമ്പോഴും നെല്ല് നനയാതിരിക്കാനും ഉണക്കാനും കർഷകർക്ക് ആയിരങ്ങൾ കൂലിയായി ചെലവാക്കേണ്ടി വരികയാണ്. മഴ തുടരുമെന്ന ആശങ്കയും സംഭരണത്തിലെ താമസവും കർഷകരെ വലിയ പ്രതിസന്ധിയിൽ ആഴ്ത്തിയിരിക്കുകയാണ്. നെല്ല് പാടത്ത് കിടന്ന് നശിക്കുമോ എന്ന ഭയത്തിലാണ് കർഷകരായ മുഹമ്മദ് സുലൈമാനും മാമ്പുള്ളി കുഞ്ഞുമോനും. രാത്രി പെയ്ത മഴയിൽ നെല്ല് നനയാതിരിക്കാൻ ഇരുവരും ഉറക്കം കളഞ്ഞ് പാടത്ത് കാവലിരിക്കുകയായിരുന്നു. മൂന്നാമത്തെ മഴയാണ് ഇപ്പൊ. മഴയ്ക്കും ഞങ്ങളിപ്പോ ഇന്നലെ ഫുള്ള് ഉറങ്ങിയിട്ടില്ല. കാരണം ഇത്രയും നെല്ലോടെ കിടക്കുകയാണ്. 6 മാസത്തെ അധ്വാനം ഞങ്ങൾക്ക്. കാറ്റുമഴയും കാര്യം പിന്നെ പൂട്ടുകൂലിയ മറ്റു കാര്യങ്ങൾ ആനുകൂല്യമൊന്നും കിട്ടുന്നില്ല. ഇത് കയറ്റിക്കൊണ്ടായിട്ട് 6 മാസം കഴിഞ്ഞാൽ പൈസ കിട്ടില്ല. എന്നാലും വേണ്ടില്ല, ഞങ്ങൾ ഈ അധ്വാനിച്ചിട്ടുള്ളത് പിന്നെ ഈ മുതൽ കിട്ടുന്ന നാശമാകുമ്പോൾ ഞങ്ങൾക്ക് അത് അത്രയും വേദനയുള്ള കാര്യങ്ങളാണ്. TCV ന്യൂസ്, കുന്നംകുളം. തിരഞ്ഞെടുപ്പ് ആവേശമുയർത്തി തൃശൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജൻ ജെ പല്ലന്റെ റോഡ് ഷോ. DCC ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം സ്വരാജ് റൌണ്ട് ചുറ്റി കോർപ്പറേഷൻ ഓഫീസ് പരിസരത്ത് സമാപിച്ചു. തുറന്ന വാഹനത്തിൽ ജനങ്ങളെ അഭിവാദ്യം ചെയ്ത് നീങ്ങിയ സ്ഥാനാർത്ഥിയെ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജൻ, UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ എന്നിവർ അനുഗമിച്ചു. കാവടിയും വർണ്ണ ബലൂണുകളും സ്ഥാനാർത്ഥി ചിത്രവും ചിഹ്നവും പതിച്ച പ്ലക്കാർഡുകളും പിടിച്ച് വനിതകൾ ഉൾപ്പെടെയുള്ള നിരവധി പ്രവർത്തകരും റോഡ് ഷോയിൽ അണിനിരന്നു. നേതാക്കന്മാരും കോർപ്പറേഷൻ കൌൺസിലർമാരും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. മണലൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ വ്യാഴാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും.
മുല്ലശ്ശേരി വെങ്കിടങ്ങ് പഞ്ചായത്തുകളിലെ വ്യാപാര സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ബാങ്കുകൾ, പഞ്ചായത്ത് ഓഫീസുകൾ, ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ്, മറ്റ് പൊതുസ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ സ്ഥാനാർത്ഥി ടി എൻ പ്രതാപൻ വോട്ട് അഭ്യർത്ഥിച്ച് സന്ദർശനം നടത്തി. കഴിഞ്ഞ തവണ UDFന് നഷ്ടപ്പെട്ട മണലൂർ നിയോജക മണ്ഡലം തിരിച്ചുപിടിക്കുമെന്നും ജനങ്ങളിൽ നിന്നും വളരെ പോസിറ്റീവായ എനർജിയാണ് ലഭിക്കുന്നതെന്നും ടി എൻ പ്രതാപൻ മാധ്യമങ്ങളോട് പറഞ്ഞു. വളരെ സന്തോഷത്തോടു കൂടി നാളെ 12 മണിക്ക് ശേഷം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ആളുകൾ എല്ലാവരെയും കണ്ട് അവരുടെ കയ്യിൽ നിന്ന് അനുഗ്രഹവും സമ്മതവും വാങ്ങുന്ന ഒരു ലളിതമായ ഇൻട്രാക്ഷനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര ആളുകളുടെ ഭയങ്കര പോസിറ്റീവായൊരു പിന്നെ സപ്പോർട്ടാണ്. എവിടെ ചെന്നാലും ഭയങ്കര പോസിറ്റീവായ സപ്പോർട്ടാണ്. ഇത് നൽകുന്ന ഒരു സത്യം പറഞ്ഞാൽ ഭയങ്കരമായൊരു ആവേശം ആണ് എനിക്ക് മാത്രമല്ല എൻ്റെ കൂടെയുള്ള എല്ലാ സ്റ്റാഫ് പ്രവർത്തകർക്കും ഉണ്ടാകുന്നത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ അജിത് പ്രസാദ്, PP സ്റ്റീഫൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലെമൻ ഫ്രാൻസിസ് തുടങ്ങിയവരും ഒട്ടേറെ UDF പ്രവർത്തകരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. ആവേശത്തിരകൾ ഉയർത്തി മണലൂർ നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ റോഡ് ഷോ നടത്തി. നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്ന റോഡ് ഷോയിൽ ജനമനസ്സുകൾ കീഴടക്കി മുൻ കേന്ദ്രമന്ത്രി ഭവൻ കുബേയും റോഡ് ഷോയിൽ പങ്കെടുത്തത് പ്രവർത്തകരിൽ ആവേശമുയർത്തി. NDA നേതാക്കന്മാരായ സബീഷ് മരതയൂർ, MR വിശ്വൻ, ഗിനീഷ് PG, മനോജ് മാനന, സന്തോഷ് കോലാരി, സേവിൻ പള്ളത്ത്, രാജൻ മഠത്തിൽ തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. നാല് പതിറ്റാണ്ടിനു ശേഷം പുതുക്കാടിന്റെ മണ്ണിൽ നിന്ന് കോൺഗ്രസിന് സ്ഥാനാർത്ഥി. പുതുക്കാട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ KM ബാബുരാജാണ് UDFനു വേണ്ടി പോരിനിറങ്ങുന്നത്. KSU പ്രവർത്തനത്തിലൂടെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച ബാബുരാജ് പാർട്ടിയുടെ വിവിധ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. നിലവിൽ DCC ജനറൽ സെക്രട്ടറിയാണ്. 1982 ശേഷമാണ് പുതുക്കാട് മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസിന് ഒരു സ്ഥാനാർത്ഥിയുണ്ടാകുന്നത്. കൊടകര മണ്ഡലമായിരുന്ന സമയത്ത് CJ ജനാർദ്ദനനായിരുന്നു പുതുക്കാട് നിന്നുള്ള സ്ഥാനാർത്ഥി. പിന്നീട് 6 തവണ KP വിശ്വനാഥൻ മണ്ഡലത്തിനെ പ്രതിനിധീകരിച്ചു. കഴിഞ്ഞ 2 തവണ മണ്ഡലത്തിന് പുറത്തുനിന്നുള്ള സുന്ദരൻ കുന്നത്തുള്ളിയും സുനിൽ അന്തിക്കാടുമായിരുന്നു കോൺഗ്രസിനു വേണ്ടി മത്സരിച്ചത്. കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥിയെ മണ്ഡലത്തിന് ആവശ്യമില്ലെന്ന വികാരം പ്രവർത്തകർക്കിടയിൽ നിലനിന്നിരുന്നു. കഴിഞ്ഞ 20 വർഷമായി LDF ആണ് മണ്ഡലത്തിൽ വിജയിക്കുന്നത്. ഇത്തവണയും സിറ്റിംഗ് MLA ആയ KK രാമചന്ദ്രനാണ് LDFനെ പ്രതിനിധീകരിക്കുന്നത്. NDAയിൽ BJP നേതാവ് A നാഗേഷ് സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചന. TCV ന്യൂസ്, പുതുക്കാട്. ചേലക്കര നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി K ബാലകൃഷ്ണന്റെ സ്ഥാനാർത്ഥി പര്യടനം ആരംഭിച്ചു. ചെറുതുരുത്തി കലാമണ്ഡലം നിള ക്യാമ്പസിലെ മഹാകവി വള്ളത്തോളിന്റെ സമാധിയിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് പര്യടനത്തിന് ആരംഭം കുറിച്ചത്. വികസിത കേരളം, വികസിത ചേലക്കര എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ചേലക്കരയിലെ വോട്ടർമാരെ അഭിമുഖീകരിക്കുമെന്ന് സ്ഥാനാർത്ഥി K ബാലകൃഷ്ണൻ പറഞ്ഞു. പാർട്ടി വീണ്ടും ഏൽപ്പിച്ചിരിക്കുകയാണ്. അതായത് ചേലക്കരയുടെ സ്വന്തം ബാലേട്ടന് എങ്ങനെ കാണുന്നു? പാർട്ടി ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇത് വളരെ സന്തോഷമായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ ചേലക്കരയിലെ ജനങ്ങളുടെ ഒരു ആവശ്യമായിട്ട് മാറിയിരിക്കുകയാണ്. NDA സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ വിജയിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ ഊന്നിക്കൊണ്ടാണ് പ്രവർത്തനം നടത്തുന്നത്. കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മളിവിടെ പ്രവർത്തനത്തിലിറങ്ങിയ സമയത്ത് നമുക്കൊരു 10,000 വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചു. ഇത്തവണ BJPയും NDA സഖ്യകക്ഷികളെല്ലാം ചേർന്നുകൊണ്ട് ഇവിടെ വളരെ കൃത്യമായി താഴെത്തട്ടിലെ പ്രവർത്തനങ്ങളെ ഊന്നിക്കൊണ്ട് തന്നെ വിജയിക്കുന്നതിനായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നേരത്തെ തന്നെ നടത്തി കഴിഞ്ഞിരിക്കുന്നു. LDF കുന്നംകുളം നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. പ്രേംരാജ് ചൂണ്ടലാത്ത് അധ്യക്ഷനായി. സ്ഥാനാർത്ഥി AC മൊയ്തീൻ MLA, നടനും സാഹിത്യകാരനുമായ VK ശ്രീരാമൻ, ഗാനരചയിതാവ് BK ഹരിനാരായണൻ, കഥാകൃത്ത് TD രാമകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ റോഡിൽ CMS സ്കൂളിന് സമീപത്താണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇടവേള. കേരള വസ്ത്രാലയം
വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം, ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ പെരുന്നാൾ ആശംസകൾ. കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം, ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. എല്ലായിടത്തും വൈഫൈ, എല്ലാത്തും ഇന്റർനെറ്റായേ, നാട് മുഴുവൻ ഡിജിറ്റൽ. നാട്ടാരെല്ലാം ബ്രൗസിംഗിലാണ്. വാസവൻ ചേട്ടൻ വൈറലായി മാറി, ലീലമ്മ യൂട്യൂബറായി, ഹൈടെക്കായി കേരളം മാറി. എന്നാ സ്പീഡാ കേരള മിഷൻ. വാർത്തകളിലേക്ക് വീണ്ടും. നാട്ടിക നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി സുനിൽ ലാലൂരിന്റെ റോഡ് ഷോയ്ക്ക് ആവേശോജ്വലമായ തുടക്കം. തൃപ്രയാർ ബസ് സ്റ്റാൻഡിന് മുൻപിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. KPCC സെക്രട്ടറി സുനിൽ അദ്ദിക്കാട്, DCC സെക്രട്ടറിമാരായ നൌഷാദ് ആറ്റുപറമ്പത്ത്, VR വിജയൻ, നാട്ടിക ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് PA ഷൌക്കത്ത് അലി എന്നിവർ നേതൃത്വം നൽകി. 22ഓളം കേന്ദ്രങ്ങളിലെ പര്യടനത്തിനു ശേഷം റോഡ് ഷോ തൃപ്രയാർ സെന്ററിൽ സമാപിച്ചു. കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി TM നാസറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് റോഡ് ഷോയോടെ തുടക്കം. അഴീക്കോട് ജെട്ടിയിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോയിൽ നൂറുകണക്കിന് ഇരുചക്രവാഹനങ്ങൾ അകമ്പടിയേകി. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ റോഡ് ഷോയിൽ പങ്കെടുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മണലൂർ നിയോജക മണ്ഡലത്തിൽ കേന്ദ്രസേന റൂട്ട് മാർച്ച് നടത്തി. പൂവത്തൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച റൂട്ട് മാർച്ച് വെൺമനാട് തത്തക്കുളങ്ങര ക്ഷേത്ര പരിസരത്ത് സമാപിച്ചു. പാവറട്ടി SHO ആന്റണി ജോസഫ് നെറ്റോയുടെ നേതൃത്വത്തിൽ 100ഓളം സേനാംഗങ്ങളും പോലീസും റൂട്ട് മാർച്ചിൽ പങ്കെടുത്തു. ഒല്ലൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി K രാജന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് CPI നേതാവും മുൻ MP-യുമായ CN ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. K രാജൻ, LDF നേതാക്കളായ MM വർഗീസ്, UP ജോസഫ്, T പ്രദീപ് കുമാർ, PD റജി തുടങ്ങിയവർ പങ്കെടുത്തു. റംസാൻ നോമ്പുതുറ വിശേഷങ്ങളുമായി ഇനി റംസാൻ മുബാറക്. ഒരു മാസക്കാലം നീണ്ടുനിന്ന ആത്മചൈതന്യത്തിൽ നിന്നും നേടിയെടുത്ത വിശുദ്ധിയോടെ ഇസ്ലാം മതവിശ്വാസികൾ പെരുന്നാൾ ആഘോഷിക്കാൻ ഒരുങ്ങി. ഒരു മാസക്കാലം അന്നപാനീയങ്ങളും വികാര വിചാരങ്ങളും വെടിഞ്ഞും മനസ്സും ശരീരവും അള്ളാഹുവിലേക്ക് സമർപ്പിച്ച് ഖുർആൻ പാരായണം നടത്തിയും തറാവീഹ്, തസ്ബീഹ് തുടങ്ങിയ സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിച്ചും ഒരു വർഷക്കാലത്തെ പാപങ്ങൾ കരയിച്ചു കളഞ്ഞ് ആത്മസംശുദ്ധിയോടെയാണ് വിശ്വാസികൾ പെരുന്നാളിലേക്ക് പ്രവേശിക്കുന്നത്. വ്യാഴാഴ്ച മാനത്ത് ശവ്വാൽ അമ്പിളിപ്പിറ കണ്ടുകഴിഞ്ഞാൽ വെള്ളിയാഴ്ച പെരുന്നാളായിരിക്കും. മാസപ്പിറ കണ്ടില്ലെങ്കിൽ ശനിയാഴ്ചയായിരിക്കും ചെറിയ പെരുന്നാൾ. മാസപ്പിറ കണ്ടുകഴിഞ്ഞാൽ പള്ളികളും വീടുകളും തക്ബീർ ധ്വനികളാൽ മുഖരിതമാകും. ഇതോടെ വിശ്വാസികൾ നോമ്പിന്റെ പൂർണ്ണത ലഭിക്കാനായി ഫിത്തർ സക്കാത്ത് നൽകും. പെരുന്നാളിന് ഒരാൾ പോലും പട്ടിണി കിടക്കരുതെന്നാണ് ഫിത്തർ സക്കാത്തിന്റെ ലക്ഷ്യം. വീട്ടിലെ അംഗങ്ങൾ ചെറിയവർ മുതൽ വലിയവർ വരെ എല്ലാവരും ഫിത്തർ സക്കാത്ത് നൽകും. ധാന്യമാണെങ്കിൽ ഒരാൾക്ക് 2.5 കിലോ നൽകണം. പെരുന്നാൾ നിസ്കാരം തുടങ്ങും മുൻപാണ് ഫിത്തർ സക്കാത്ത് നൽകുക. TCV ചാവക്കാട്. ഓരോ റംസാനും വിശ്വാസികൾക്കേറെ പ്രാധാന്യം നിറഞ്ഞതാണ്. അതുപോലെ തന്നെയാണ് ഓരോ നോമ്പുതുറയും. വൈവിധ്യമാർന്ന വിഭവങ്ങളുടെ വിരുന്നൂട്ടൽ കൂടിയാണ് ഏവർക്കും ഈ വിശുദ്ധകാലം. റംസാന്റെ പുണ്യദിനങ്ങളിലെ മഹത്തരമായ വ്രതാനുഷ്ഠാനത്തിനൊപ്പം
പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് നോമ്പുതുറ. പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയം വെടിഞ്ഞുള്ള നോമ്പ് മുറിക്കുന്നത് അല്പം വെള്ളം കുടിച്ചാണെങ്കിലും നോമ്പുതുറ വിഭവങ്ങൾ പലതാണ്. ഈന്തപ്പഴവും ആപ്പിളും മുന്തിരിയും തണ്ണിമത്തനും കൈതച്ചക്കയുമെല്ലാമായി ഫലവർഗ്ഗങ്ങൾ നിറയും. ഇത് കൂടാതെ വിവിധതരം പത്തിരിയും ഉന്നക്കയും സമോസയും കായ്പോളിയും പലവിധ അടകളും വെള്ളപ്പം ഉൾപ്പെടെയുള്ള അപ്പങ്ങളും നെയ്ച്ചോറും മട്ടനും ചിക്കനും ബീഫും ഇങ്ങനെ നീളുന്നു ഓരോ നോമ്പുതുറയിലെ പലഹാരങ്ങളുടെയും വിഭവങ്ങളുടെയും നിര. ദേശവ്യത്യാസം കണക്കെ പ്രാദേശിക വിഭവങ്ങൾ വേറെയും ഉണ്ടാകും. ഇതിനും പുറമെയാണ് മലബാർ വിഭവങ്ങൾ. ഇവയ്ക്ക് ഏതൊരു നോമ്പുതുറയിലും പ്രത്യേകമായ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. വീടുകളിൽ തുടങ്ങി സമൂഹ നോമ്പുതുറ വരെ എത്തി നിൽക്കുന്ന വ്യത്യസ്തത അവിടങ്ങളിലെ വിഭവങ്ങളിലും പ്രകടമാണ്. ഈ വൈവിധ്യങ്ങളായ വിഭവങ്ങളുടെ സംഗമസ്ഥാനമെന്ന നിലയിൽ നോമ്പുതുറകൾ എല്ലായ്പ്പോഴും സമ്പന്നവും സവിശേഷവുമായി സമൂഹത്തിൽ സ്വാദറിയിക്കുകയാണ്. TCV തൃശൂർ. നാട്ടുവഴിയിലൂടെ ഓടുന്ന ബസ്സിൽ ഒരു സൗഹൃദ നോമ്പുതുറ. കൊടുങ്ങല്ലൂർ അഴീക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന സബീന ബസ്സിലാണ് യാത്രക്കാർക്കായി നോമ്പുതുറ ഒരുക്കിയത്. അഴീക്കോട് നിന്നും കൊടുങ്ങല്ലൂരിലേക്കുള്ള ബസിന്റെ യാത്രക്കിടയിലാണ് നോമ്പ് തുറക്കാനുള്ള മഗ്രിബ് ബാങ്ക് കേൾക്കുക. റംസാൻ നോമ്പുകാലം കഴിയാറായ സാഹചര്യത്തിൽ യാത്രക്കാർക്കായി നോമ്പുതുറ ഒരുക്കാൻ മാനേജ്മെന്റ് തീരുമാനിക്കുകയായിരുന്നു. കണ്ടക്ടർ ഷിയാസും ഡ്രൈവർ മുഹമ്മദും ചേർന്ന് യാത്രക്കാർക്ക് ഈന്തപ്പഴവും വെള്ളവും പലഹാരങ്ങളും വിതരണം ചെയ്തു. സബിന ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ 6:15 ട്രിപ്പില് നോമ്പുതുറ സമയപ്പോൾ കമ്പനിയുടെ വക ഒരു നോമ്പുതുറ നടത്തി. സ്ഥിരം യാത്രക്കാരായിരുന്നു എല്ലാവരും. ആ നോമ്പുതുറയിൽ യാത്രക്കാരും എല്ലാവരും വളരെ സഹകരണത്തോടുകൂടി സഹകരിച്ച് ഈ നോമ്പുതുറ വളരെ ഭംഗിയായി കഴിഞ്ഞു. നമ്മളെ വണ്ടിയിലെ യാത്രക്കാരായ എല്ലാവർക്കും, എല്ലാ ജനങ്ങൾക്കും നമ്മളെ സബീനയുടെ പേരിലും എല്ലാവരുടെ പേരിലും ഈദാശംസകൾ. അപ്രതീക്ഷിതമായി ഒരു നോമ്പുതുറയിൽ പങ്കാളികളായതിന്റെ കൗതുകവും സന്തോഷവും പങ്കിട്ട് യാത്രക്കാരും നിമിഷങ്ങളെ ഹൃദ്യമാക്കി. ഒട്ടനവധി നോമ്പുതുറകളിൽ പങ്കാളികളായിട്ടുണ്ടെങ്കിലും സഞ്ചരിക്കുന്ന ബസ്സിലെ നോമ്പുതുറ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ അനുഭവമായി മാറി. TCV ന്യൂസ് കൊടുങ്ങല്ലൂർ. തൃശൂർ ശക്തൻ മീൻ മാർക്കറ്റിൽ ഭക്ഷ്യസുരക്ഷാ സ്പെഷ്യൽ സ്ക്വാഡ് പരിശോധന നടത്തി. ഭക്ഷ്യയോഗ്യമല്ലാത്ത 60 കിലോഗ്രാം മീൻ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമപ്രകാരം 2 സ്ഥാപനങ്ങൾക്ക് കോമ്പൗണ്ടിംഗ് നോട്ടീസ് നൽകി. 10 വ്യാപാരികൾക്ക് വാക്കാൽ നിർദ്ദേശങ്ങളും നൽകി. ഫുഡ് സേഫ്റ്റി ഓഫീസർമാരായ VH അഷ്റഫ്, MSc സിക്തവാൾ തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ചാലക്കുടിയിലെ പൂട്ടിക്കിടക്കുന്ന ഐനിക്കൽ തിയേറ്ററിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ അലുമിനിയം സാമഗ്രികൾ മോഷ്ടിച്ച കേസിൽ പ്രതി പിടിയിലായി. പശ്ചിമബംഗാൾ സ്വദേശി മുഹമ്മദ് സലീമാണ് തൃശൂർ റൂറൽ പോലീസിന്റെ പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു. തിയേറ്ററിന്റെ വാതിൽ തകർത്തകത്ത് കയറിയ പ്രതി 1.5 ലക്ഷം രൂപയോളം വില വരുന്ന അലുമിനിയം ഗ്ലാസ് വർക്കുകൾ നശിപ്പിച്ചു. അലുമിനിയം ചാനലുകൾ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇയാൾ പിടിയിലായി. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ SHO ശശികുമാർ, SIമാരായ അജൽ, വസന്തകുമാർ തുടങ്ങിയവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. UK-യിലേക്ക് വിസയും ജോലിയും ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 8,85,000 രൂപ തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതിയെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് ഈറോഡ് സ്വദേശി ശങ്കർ ഗണേഷാണ് അറസ്റ്റിലായത്. 2023 കൊറ്റനല്ലൂർ തുമ്പൂർ സ്വദേശിയാണ് തട്ടിപ്പിനിരയായത്. ആളൂർ പോലീസ് സ്റ്റേഷൻ SI മനു S ചെറിയാന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തൃശൂരിന്റെ നഗര സൗന്ദര്യം ആസ്വദിച്ച് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെത്തി ചുറ്റിക്കറങ്ങാൻ KSRTC സജ്ജമാക്കിയ ഡബിൾ ഡെക്കർ ബസ് സർവീസ് ആരംഭിച്ചു. കന്നിയാത്രയിൽ മുകൾ നില നിറഞ്ഞ് കവിഞ്ഞ സഞ്ചാരികൾ. തൃശൂർ KSRTC സ്റ്റാൻഡിൽ നിന്ന് കൃത്യം 3:05-നാണ് 1.9 കോടി രൂപ വിലയുള്ള KSRTC സിറ്റി ബസ് കന്നിയാത്ര ആരംഭിച്ചത്. ശക്തൻ സ്റ്റാൻഡ് പട്ടാളം റോഡ് വഴി സ്വരാജ് റൗണ്ട് ചുറ്റി മണ്ണുത്തി വഴി സുവോളജിക്കൽ പാർക്കിലെത്തി പാർക്ക് ചുറ്റിക്കറങ്ങി തൃശൂർ KSRTC സ്റ്റാൻഡിൽ തിരിച്ചെത്തും വിധമാണ് ട്രിപ്പ് ക്രമീകരിച്ചിരിക്കുന്നത്. തുടർന്ന് 5:30-ന് KSRTC സ്റ്റാൻഡിൽ നിന്നും പുറപ്പെട്ട് ശക്തൻ സ്റ്റാൻഡ്, സ്വരാജ് റൗണ്ട്, അശ്വിനി ജംഗ്ഷൻ, പുഴയ്ക്കൽ വഴി ശോഭ സിറ്റി സന്ദർശിച്ച് കളക്ടറേറ്റ്, പടിഞ്ഞാറേക്കോട്ട, വഞ്ചിക്കുളം വഴി തിരിച്ചെത്തും. മുകളിലെ നിലയിൽ 39-ഉം താഴെ 24 സീറ്റുകളിലായി 63 പേർക്ക് യാത്ര ചെയ്യാം. സുവോളജിക്കൽ പാർക്കിലേക്ക് മുകൾ നിലയിൽ സീറ്റിന് 250 രൂപയും താഴത്തെ നിലയിൽ 150 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. നഗര കാഴ്ചകൾക്ക് മുകളിലെ നിലയിൽ 200 രൂപയും താഴെ നിലയിൽ 100 രൂപയുമാണ് നിരക്ക്. ടിക്കറ്റ് KSRTC റിസർവേഷൻ കൗണ്ടർ മുഖേനയോ വെബ്സൈറ്റിലൂടെയോ KSRTC ആപ്പ് വഴിയോ ബുക്ക് ചെയ്യാം.
KSRTC ബഡ്ജറ്റ് ടൂറിസം ജില്ലാ കോർഡിനേറ്റർ KG ഉണ്ണികൃഷ്ണൻ, യൂണിറ്റ് കോർഡിനേറ്റർ M രാജേഷ്, ഹെഡ് വെഹിക്കിൾ സൂപ്പർവൈസർ AD ബിജു, കൺട്രോളിംഗ് ഇൻസ്പെക്ടർ MM ഉണ്ണികൃഷ്ണൻ, ഡിപ്പോ എഞ്ചിനീയർ സഞ്ജീവ് വിശ്വനാഥൻ തുടങ്ങിയവർ സന്നിഹിതരായി. TCV തൃശൂർ. വൈവിധ്യമാർന്ന വേനൽക്കാല വിളകൾ ഒരുക്കി എടത്തിരുത്തി വിത്ത് ഉൽപാദന കേന്ദ്രം. കൃഷിവകുപ്പിന്റെയും തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന എടത്തിരുത്തി നെൽവിത്ത് ഉൽപാദന കേന്ദ്രത്തിൽ നെൽകൃഷിക്ക് ശേഷം വിവിധ ഇനം വിളകളുടെ മാതൃകാ തോട്ടങ്ങളാണ് 25 ഏക്കറിലായി ഒരുക്കിയിരിക്കുന്നത്. പച്ചക്കറി വിളകളായ വെണ്ട, മത്തൻ, കുമ്പളം, കണിവെള്ളരി, സാലഡ് വെള്ളരി, കണിമത്തൻ, പയർ, വിവിധ ഇനം ചീരകൾ, പഴവർഗ്ഗങ്ങളായി പൊട്ടുവെള്ളരി, തണ്ണിമത്തൻ, ഷമാം എന്നിവയും കൃഷി ചെയ്തു വരുന്നുണ്ട്. ജലദൗർലഭ്യം നേരിടുന്ന പാടങ്ങളിൽ അനുവർത്തിക്കാവുന്ന ചെറുധാന്യ കൃഷിയും സജീവമാണ്. റാഗി, തിന, ചാമ, മണിച്ചോളം, കമ്പ് എന്നീ ചെറുധാന്യങ്ങളോടൊപ്പം എള്ളു കൃഷിയും മുതിര, ഉഴുന്ന്, ചെറുപയർ, വളപ്പയർ, തുവര എന്നിങ്ങനെ വിവിധങ്ങളായ പയർ വർഗ്ഗങ്ങളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. സീഡ് ഫാമിലെ മുൻ കൃഷി ഓഫീസറും വയനാട് ആത്മ ഡെപ്യൂട്ടി ഡയറക്ടറായി സ്ഥാനക്കയറ്റം ലഭിച്ചു പോയ S മിനിയുടെ നേതൃത്വത്തിലാണ് പരീക്ഷണ കൃഷി ആരംഭിച്ചത്. ഫാമിലെ ഉൽപ്പന്നങ്ങളെല്ലാം പൊതുജനങ്ങൾക്കും കർഷകർക്കും നേരിട്ട് വാങ്ങാവുന്ന സംവിധാനവും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജ്യോതി ഇനം നെൽവിത്ത്, ചെറുധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, പൊട്ടുവെള്ളരി എന്നിവയുടെ വിത്തുകളെല്ലാം സർക്കാർ നിശ്ചയിച്ച നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നതാണെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. TCV കയ്പമംഗലം. ചാവക്കാട് മടേക്കടവിൽ ടിപ്പർ ലോറി പോലീസ് ജീപ്പിലിടിച്ച അപകടം 3 SIമാർ ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റു. ചാവക്കാട് സ്റ്റേഷനിലെ SIമാരായ ആഷിഫ്, ബാസിദ്, സുദർശന, ഡ്രൈവർ അമൽ, ടിപ്പർ ഡ്രൈവർ സാദിഖ് എന്നിവർക്കാണ് പരിക്ക്. പരിക്കേറ്റവരെ ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,460 രൂപ, പവന് 1,15,680 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ നിയോജക മണ്ഡലത്തിൽ 3 പ്രധാന മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ പ്രചാരണ രംഗം ചൂടുപിടിച്ചു. മണ്ഡലം പിടിക്കാനുള്ള കഠിന ശ്രമത്തിൽ മുന്നണികൾ. പാലിയേക്കരയിൽ കൊച്ചി സേലം പാചകവാതക പൈപ്പ് ലൈനിൽ ചോർച്ച. LPG ചോർച്ച ഉണ്ടായതോടെ പൈപ്പ് ലൈനിന്റെ 2 വശത്തുള്ള വാൽവ് അടച്ചു. ദേശീയപാതയോരത്തെ പാടത്ത് തീ പടർന്നത് ആശങ്ക പരത്തി. സംസ്ഥാനത്ത് പാചകവാതക ക്ഷാമം തുടരുന്നു. അടച്ചുപൂട്ടാനൊരുങ്ങി കൂടുതൽ ഹോട്ടലുകൾ. തിങ്കളാഴ്ച ഹോട്ടലുകൾ അടച്ചിട്ട് സമരം. ഗുരുവായൂർ മേൽശാന്തിയായി ചെർപ്പുളശ്ശേരി തെക്കുപറമ്പത്ത് മന നാരായണൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. നിയുക്ത മേൽശാന്തി ഈ മാസം 31 രാത്രി സ്ഥാനമേൽക്കും. മണ്ണുത്തി അങ്കമാലി ദേശീയപാതയിലെ പേരാമ്പ്ര അടിപ്പാത നിർമ്മാണം അവസാന ഘട്ടത്തിൽ. ഈ മാസം അവസാനത്തോടെ നിർമ്മാണം പൂർത്തിയാകും. ചാലിശ്ശേരി പഞ്ചായത്തിലെ ഹരിത പാടശേഖരത്തിൽ മഴ നനഞ്ഞ 30 ടൺ നെല്ല് കെട്ടിക്കിടക്കുന്നു. ടോക്കൺ കിട്ടി 3 ആഴ്ചയായിട്ടും സംഭരണം വൈകുന്നതായി പരാതി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.